ഐഎൽസ് റൈറ്റിംഗ് കേട്ട് തല പൊളിയുന്നുണ്ടോ? എനിക്കും പൊളിഞ്ഞിട്ടുണ്ട് ഒരു സമയത്ത്. അതൊന്നും പേടിക്കേണ്ട, എല്ലാം സെറ്റാവും. കുറച്ച് കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ട്രൈ മാഡു നോട്ടിങ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഐഎൽസ് റൈറ്റിംഗിന് സബ്ജക്റ്റ് പോലെ എടുക്കാം. സ്പീക്കിംഗ്, ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ്. അതിൽ കുറച്ച് ടഫാണ് ഐഎൽസ് റൈറ്റിംഗ്, അത് ആദ്യം അക്സെപ്റ്റ് ചെയ്യാം. ഇനി നമ്മൾ എങ്ങനെയാണ് ഇതിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുക അല്ലെങ്കിൽ വൊക്കാബുലറി എൻഹാൻസ് ചെയ്യുന്നത് നോക്കിയാൽ, ഈ ഐഎൽസ് റൈറ്റിംഗിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ക്രൈം റിലേറ്റഡ് എസ്സേസ്. ഇച്ചിരി പണിയാണോ? നോക്കാം, കുഴപ്പമില്ല. ക്രൈം റിലേറ്റഡ് എസ്സേസ് എന്ന് പറയുമ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് ക്രൈം റിലേറ്റഡ് എസ്സേസിൽ ചോദിക്കാം. നോക്കിയാലോ? ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഇതിന് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകൾ. ഫസ്റ്റ്, റീ ഒഫൻഡിങ്. റീ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? റീ ഇവാലുവേഷൻ, റീസ്കെഡ്യൂളിങ്, അങ്ങനെ കുറച്ച് റീ എന്ന് പറഞ്ഞാൽ വീണ്ടും ചെയ്യുന്നത്. അതേപോലെ തന്നെ റീ ഒഫൻഡിങ്. ഒഫൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? ഒഫൻഡിങ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്തത്, തിന്മ ചെയ്തത് വീണ്ടും ചെയ്യുക, തെറ്റ് വീണ്ടും ആവർത്തിക്കുക, അതാണ് റീ ഒഫൻഡിങ്. പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണ് ഡിറ്റർ. DETER, ഡിറ്റർ. ഒരു കാര്യം തടയുന്നത്, ഒരു തെറ്റ് ചെയ്യുന്നത് തടയുന്നതാണ് ഡിറ്റർ. മൂന്നാമത്തത് ബിഹൈൻഡ് ദി ബാർസ്. അഴിക്കുള്ളിൽ എന്ന് പറയില്ലേ, ഈ കമ്പിക്കുള്ളിൽ അല്ലെങ്കിൽ കമ്പിയുടെ ബാക്ക്, അതാണ് ബിഹൈൻഡ് ദി ബാർസ്. പിന്നെ സെന്റൻസ്. മറ്റേ സെന്റൻസ് അല്ല, ഇത് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഇംപ്രസ്മെന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ജയിലിലാവുന്ന അവസ്ഥയാണ് നമുക്ക് സെന്റൻസ് എന്ന് വിളിക്കാം. അപ്പം ഇതെല്ലാം ഒന്ന് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് റൈറ്റിംഗ് ടാസ്കിൽ 2ൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇൻവിജിലേറ്റേഴ്സിന് വിചാരിക്കും കുഴപ്പമില്ല, കുറച്ച് വൊക്കാബുലറി ഒക്കെ ഉണ്ട്, കുറച്ച് മാർക്ക് കൊടുക്കാം എന്നിങ്ങനെ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നിങ്ങൾ നോക്കണേ, എല്ലാം സെറ്റാവും.